ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തതിനോടൊപ്പം തന്നെ കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം കുറച്ച് ടേസ്റ്റിയാണ്, കുറച്ച് റിച്ചുമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ഒഴിച്ചതുകൊണ്ടാണ് റിച്ചാണെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ വെജിറ്റബിൾസ് ഉള്ളത് അത് വെച്ച് ഒന്ന് ശ്രമിച്ച് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, എന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് സവാളയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുക്കുമ്പോഴത്തേന് ആ നെയ്യിൽ കിടന്നിട്ട് ആ നെയ്യ് ഇതിൽ പിടിച്ച് നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ഇറങ്ങും കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രീൻ പീസ് കിട്ടുവാണെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാവേ. എന്നാൽ നല്ല കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ഈ നെയ്യും ഈ ഓയിലും കൂടെ നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേന് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വെജിറ്റബിൾസിന് നന്നായിട്ട് ഉപ്പ് പിടിച്ചോളും ഈ സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ പെട്ടെന്ന് വഴന്നും വന്നോളൂ കേട്ടോ. അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റത്തെ പ്രോസസ്സാണ്. അത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്, കാരണം ചുവട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേനാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയല്ല തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി. എരിവ് നല്ല പോലെയുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ പൊടികൾ ഞാൻ പിന്നെ ചേർത്തത് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത്രയും ആവശ്യമേ ഉള്ളൂ കേട്ടോ. കാരണം ഒരു 4 പേർക്ക് കഴിക്കാനല്ല 5 പേർക്ക് കഴിക്കാനുള്ളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ മിനിമലായിട്ടുള്ള പൊടികളൊക്കെ ചേർത്തുണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് വേണ്ടുന്ന റൈസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പ് അളവ് റൈസാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിന് വേണ്ടുന്ന വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട്, പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 15 മിനിറ്റ് അടുപ്പിൽ വെച്ച് വളരെ സിമ്മായിട്ട് തന്നെ വെച്ചിട്ട് വേണം ഇത് റൈസ് വേവിച്ചെടുക്കാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു 15-20 മിനിറ്റ് കൊണ്ട് കഴിയും കേട്ടോ ഈ റൈസ് ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ